ഇപ്പോൾ സ്ഥലം കൗൺസിലർ സനൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ സനൽ, തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നു, ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെല്ലാമാണ് നൽകാൻ കഴിയുന്നത്? അടങ്ങുന്ന ഒരു സംഘം വിനോദസഞ്ചാരത്തിലേക്ക് വന്നതാണ്. ഒരു വളവിൽ വെച്ചാണ്, വണ്ടിയുടെ ഓവർ സ്പീഡാണ് ഈ അപകട കാരണം. ഓവർ സ്പീഡാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ അതെ ഈ ദൃക്സാക്ഷിയായിരുന്നോ? അതെ, ദൃക്സാക്ഷിയായിരുന്നു. ഈ അപകടം നടന്ന ഉടൻ തന്നെ ആദ്യം ഇവിടെ എത്തുന്ന ആൾ ഞാനായിരുന്നു. എന്റെ വീടിന്റെ മുന്നിലായിട്ടാണ് അപകടം നടന്നത്. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം, ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം നന്നായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇവിടുന്ന് ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫയർഫോഴ്സിന്റെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യസഭ എം പി എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ സംഭവ സ്ഥലത്തുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നുണ്ട്. സനല, ഈ ബസ്സിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? ഇല്ല, ബസ്സിനുള്ളിൽ ഇപ്പൊ നിലവിലാരും കുടുങ്ങിയിട്ടില്ല. എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ശരി സനല്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളാണ് ദൃക്സാക്ഷി അടക്കം പങ്കുവച്ചത്.